ഇവിടെ ഞാനൊരു ഫോൾഡർ എടുത്തിട്ടുണ്ട്. ഈ ഫോൾഡറിനകത്ത് ആക്ച്വലി ഒരു വർക്കിൻ്റെ കുറേ ഫോട്ടോസ് സാമ്പിളായിട്ട് കുറച്ച് ഫോട്ടോസ് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഈ ഫോട്ടോസ് ഇതിൽ നിന്നും ഇപ്പോൾ സാധാരണ നമ്മളൊരു വർക്കൊക്കെ എടുക്കുന്ന സമയത്ത് ആ വർക്കിനൊക്കെ ഒരു 10,000-2000 ഫോട്ടോ ഒക്കെ ചിലപ്പോൾ വരാറുണ്ട്. 1500, 2000, 3000 ഫോട്ടോസൊക്കെ വന്നിട്ടുള്ള വർക്കുകൾ കാണും. അപ്പോൾ ഇതെല്ലാം ഡ്രൈവ് വഴി കസ്റ്റമറിന് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ പെൻ ഡ്രൈവ് വഴി ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആൽബത്തിൽ വയ്ക്കാനുള്ള ഫോട്ടോസ് മാത്രം അവർ ഈ നമ്പറുകളുണ്ടല്ലോ, ഓരോ ഫോട്ടോസിനും ഓരോ ഫയൽ നെയിം ഉണ്ടല്ലോ, ഈ ഫയൽ നെയിം ഇവർ ഒന്നീ എഴുതി തരും, അല്ലാന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് വാങ്ങിക്കും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ ടൈപ്പ് ചെയ്ത് വാട്സപ്പിൽ ഷെയർ ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. എഴുതി തന്നു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി പണിയാണ്. ഈ ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഒരു എളുപ്പ വഴിയുണ്ട്. ഒന്നും ചെയ്യാതെ ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ എല്ലാം ഇതിൽ നിന്ന് സോർട്ട് ചെയ്ത് ഈ ഒരു ഫോൾഡറിൽ നിന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ആ ഫോട്ടോസ് കിടക്കുന്നത്. അതിൽ നിന്നും ഈ സെലക്ട് എന്ന് പറയുന്ന ഈ ഫോൾഡറിനകത്ത് ഒന്നുമില്ല. അതിലോട്ട് നമ്മൾ അവർ പറഞ്ഞ ഫോട്ടോസ് മാത്രം മാറ്റാനായിട്ട് പോവാണ്. അപ്പോൾ കസ്റ്റമർ അയച്ചു തന്ന കുറച്ച് ഫയലിൻ്റെ നെയിം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഇതിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫയൽ നെയിംസ് ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും കസ്റ്റമർ ഇങ്ങനെ അയച്ചു തന്നതാണ്. ഇങ്ങനെ താഴെ അയച്ചു തരാൻ അടുത്ത് ആവശ്യപ്പെടുക. അപ്പോൾ അവർ ഫയൽ നെയിമുകൾ ആവശ്യമുള്ള ഫോട്ടോസിൻ്റെ ഓരോന്നിൻ്റെയും ഫയൽ നെയിമുകൾ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോസ് എല്ലാം ഈ ആദ്യം കിടന്ന ഈ ഫോൾഡറിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ 2000 ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറേ ഫോട്ടോ സോർട്ട് ചെയ്യാൻ ഭയങ്കര മെനക്കെടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നും വേറൊരു ഫോൾഡറിലോട്ട് സെപ്പറേറ്റ് അവർക്ക് ആവശ്യമുള്ള ഫോട്ടോ മാത്രം സെലക്ട് ചെയ്ത് സോർട്ട് ചെയ്യാനായിട്ട് എളുപ്പം ഒരു വഴിയുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. അത് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വിൻഡോസ് കീ ഞെക്കി പിടിച്ചിട്ട് 6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റണ്ണിൻ്റെ ഒരു ഓപ്ഷൻ വരും. ആ ഒരു സ്ഥലത്ത് നോട്ട് പാഡെന്ന് സെർച്ച് ചെയ്ത് മതി. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് പാഡ് ഓപ്പൺ ആയിട്ട് ഇവിടെ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഓപ്പൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വാട്സപ്പിലാണ് കിട്ടുന്നത്, അവിടെ നിന്ന് എടുക്കുക. ഈ ഒരു നെയിമെല്ലാം Ctrl+C അടിച്ച് കോപ്പി ചെയ്തിട്ട് ഒരു നോട്ട് പാഡിൽ ഞാനത് പേസ്റ്റ് ചെയ്യുകയാണ്. വേറെ ഒന്നും പേസ്റ്റ് ചെയ്യുന്നില്ല, അത് മാത്രം പേസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു നോട്ട് പാഡ് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഇതിൻ്റെ താഴെയുള്ള കോഡൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, അതിനെപ്പറ്റി പറയാം. അപ്പോൾ നമ്മുടെ നോട്ട് പാഡിലോട്ട് ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നോട്ട് പാഡിലോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് സേവ് ചെയ്യണം. ഇത് കോപ്പി ചെയ്തിട്ട് തന്നെ നമ്മൾ പേര് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇത് കണ്ടോ കൊടുത്തിരിക്കുന്നത്, സെലക്റ്റഡ് ഫോട്ടോസ് .txt എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇത് ഇതേ കണക്കും കോപ്പി ചെയ്യുക, ഒന്നും നോക്കണ്ട. ഇതിനെ അങ്ങ് കോപ്പി ചെയ്ത് വെച്ചേക്കുക തൽക്കാലം. ഇതിലോട്ട് പുതിയൊരു നോട്ട് പാഡിൽ ഈ സെലക്ട് ചെയ്ത ഫോട്ടോസിൻ്റെ ഫയൽ നെയിം കോപ്പി ചെയ്തതിന് ശേഷം ഇത് കോപ്പി ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഫയൽ ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ നെയിമിൻ്റെ അവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ഓൾ കൊടുക്കുക. ഓൾ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സേവ് ആസ് ടൈപ്പ് ഓൾ ഫയൽസ് കൊടുത്തിട്ട് അതവിടെ പേസ്റ്റ് ചെയ്യുക. ആ ഫയൽ നെയിം ഈ ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യുക. നമ്മളിപ്പോൾ ഡെസ്ക് ടോപ്പിൽ നമ്മളത് സക്സസ്ഫുള്ളി നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, സേവ് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്താ ചെയ്തത്? ഇപ്പോൾ നമ്മൾ ചെയ്തത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം കസ്റ്റമർ അയച്ചു തന്ന ഫയൽ നെയിമുകൾ, ആവശ്യമുള്ള ഫയൽ നെയിമുകൾ വേറൊരു നോട്ട് പാഡ് എടുത്ത് അതിൽ കോപ്പി ചെയ്തിട്ട് സേവ് കൊടുത്തിട്ട് ആ ഫയലിന് എന്ത് പേര് കൊടുത്തു? ഈ പേര് കൊടുത്തു. ഈ പേര് കൊടുത്ത് സേവ് ചെയ്യുക. ഇത്രയും നമ്മൾ ചെയ്തു. അതിവിടെ വന്നിട്ടുമുണ്ട്, കണ്ടോ. ഇതാണ് ആ സാധനം. അതവിടെ കിടക്കട്ടെ. ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള കോഡിങ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ കോഡ് കണ്ടോ നിങ്ങൾ? ഈ കോഡ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കായിട്ട് കൊടുത്തേക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയായാലും ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഇത് കാണും. ഓക്കെ, ഇതൊന്ന് അതേ കണക്കത് ഇവിടം തൊട്ട് ഇങ്ങനെ അങ്ങ് കോപ്പി ചെയ്തെടുക്കുക. ഈ കോഡ് മാത്രം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കോപ്പി ചെയ്ത് ഒരു നോട്ട് പാഡിലോട്ട് ഇടുക ആദ്യം ഇതുപോലെ. എന്നിട്ട് ഇവിടെ സോഴ്സ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കണ്ടോ? ഈ ഒരു ലൈൻ കണ്ടോ? ഇതിലിവിടെ 00 എന്ന് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നുണ്ടോ? ഈ 00 എന്ന് ആഡ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ചെയ്യേണ്ടത്
നമ്മളുടെ ഫയൽ എടുക്കുക. ഫയൽ എടുത്തിട്ട് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ആക്ച്വൽ ഫോട്ടോസ്, ഇപ്പോൾ നമ്മൾ മൊത്തം എടുത്തിട്ടുള്ള ഫോട്ടോസ് എവിടെയാണോ കിടക്കുന്നത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇത് ഇവിടെയാണ് എൻ്റെ ഈ ഫോട്ടോസ് എല്ലാം കിടക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ ആക്സസ് ലൊക്കേഷൻ ഉണ്ട്, എവിടെയാണ് ആ ഫോൾഡറിൽ ഈ ഫോൾഡർ എവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഈ ഫോട്ടോസ് എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഐയിൽ ഡെമോയിൽ ഫോട്ടോസ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ ഫോൾഡർ, അതായത് ഈ ഫോൾഡർ ഇപ്പോൾ ഓപ്പൺ ചെയ്യുക, എവിടെയാണോ ഫോട്ടോ കിടക്കുന്നത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇങ്ങനൊരു സാധനം വരും, അതങ്ങ് കോപ്പി ചെയ്തെടുക്കുക. അതാണ് നിങ്ങളുടെ ആക്സസ് കേട്ടോ. ഈ സോഴ്സ് ഓഫ് ഫോൾഡറിൻ്റെ ആക്സസ് അതാണ്. ഈ 00 അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ അങ്ങ് ഇത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഐയിൽ ഡെമോ എന്നുള്ള ഫോൾഡറിൽ ഫോട്ടോസിലാണ് ഇതെല്ലാം കിടക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. ഇനി ഡെസ്റ്റിനേഷൻ, ഈ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഒന്ന് സേവ് ചെയ്തിട്ടിരിക്കുന്നുണ്ടോ ഈ ഒരു സാധനം. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ ഫോട്ടോ ഇതിനകത്തുള്ള, അതായത് ഈ ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തുള്ള ഏതൊക്കെ ഫോട്ടോയാണ് നിങ്ങൾക്ക് മാറ്റി സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ മാറ്റി സേവ് ചെയ്യുന്നത് എങ്ങോട്ട് സേവ് ചെയ്യണം എന്നുള്ളതാണ് ഡെസ്റ്റിനേഷൻ ഫോൾഡർ. ഈ ഡെസ്റ്റിനേഷൻ ഫോൾഡറിൻ്റെ അവിടെ ഈ 00 കൊടുത്തിട്ടുണ്ടോ, അതിലെന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫയലിൽ വന്നു കഴിഞ്ഞാൽ ബാക്ക് എടുത്തിട്ട് ഞാനിവിടെ ഓൾറെഡി ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, സെലക്ട് എന്നും പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തേ, അതിലൊന്നുമില്ല. കാരണം എന്താ, ഈ സെലക്ട് ചെയ്യുന്ന ഇമേജുകളെല്ലാം ഇവിടെ വന്ന് വീഴണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മുകളിൽ ഒന്നുകൂടി ഞെക്കുക. അപ്പോൾ ഐയിലെ ഡെമോയിൽ സെലക്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ വന്നു, അത് കോപ്പി ചെയ്യുക. ഈ 0ത്തിൻ്റെ അവിടെ അത് കൊടുക്കുക. ഓക്കെ, ഐ ഡെമോ സെലക്ട്. അപ്പോൾ എവിടെയാണോ ഫോട്ടോ ഉള്ളതെന്ന് നമ്മൾ ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് താഴെ എവിടെയാണ് കൊടുത്തേ, ഈ ഫോട്ടോസ് ഇതിൽ നിന്നും സോർട്ട് ചെയ്യുന്ന ഫോട്ടോ ഈ ഫോൾഡറിൽ വന്ന് കിടക്കണം, സെലക്ട് എന്ന് പറഞ്ഞാൽ അതും കൊടുത്തു. ഇനി നമുക്ക് ഈ ഫോൾഡറിൽ നിന്നും ഏതൊക്കെ ഫോട്ടോസാണ് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റേണ്ടതെന്നൊരു ഐഡിയ കൊടുക്കണ്ടേ. അതിനാണ് കണ്ടേ ഫയൽ നെയിം ലിസ്റ്റ് ഫയൽസ് എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു സാധനം കണ്ടോ. ഇതിലുള്ള ഈ 0ത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് എവിടെയാണ് കിടക്കുന്നതെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇവിടെ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, സി യൂസർ ഡെസ്ക്ടോപ്പ്, ഇത്രയും സാധനം ഇവിടെ കിടപ്പുണ്ട്. അതങ്ങ് കോപ്പി ചെയ്യുക. അതായത് എവിടെയാണോ അത് കിടക്കുന്ന അത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ ലൊക്കേഷൻ കണ്ടോ, എവിടെയാണ് കിടക്കുന്നതെന്നുള്ള ലൊക്കേഷൻ നമുക്ക് കിട്ടി. സിയിൽ യൂസറിലാണ് ഈ സാധനം കിടക്കുന്നതെന്ന് കിട്ടി, കണ്ടല്ലോ. ഇനി അത് ഇൻറ്റു ചെയ്ത് കളഞ്ഞിട്ട് അതിവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി എന്തും കൂടെ വേണം, നമ്മളൊരു സ്ലാഷും കൂടി ഇട്ടിട്ട് അത് ഏതാ സാധനമെന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അല്ലാതെ ഇത് വേറെയും കുറേ സാധനം കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇതാണ് സാധനം. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ നെയിം ഇതാണ്, ഈ മുമ്പേ കൊടുത്തിരുന്ന ഈ നെയിം കൂടി കോപ്പി ചെയ്യുക. എവിടെയാണോ ഈ ഫയൽ കിടക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഒരു സ്ലാഷ് കൊടുത്തിട്ട് ഇതും കൂടി അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് ആയല്ലേ. ഇതിനകത്തുള്ള, അതായത് ഈ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഈ പർട്ടിക്കുലർ നോട്ട് പാഡിലുള്ള ഫയൽ നെയിമുകൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് ഈ സെലക്ട് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ആക്കുക എന്നുള്ള കമാൻഡാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വിൻഡോ കീയിൽ ഞെക്കി പിടിച്ച് 6 ഞെക്കി പിടിച്ചാൽ ഇവിടെ റൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ പവർ എന്നടിക്കുമ്പോൾ തന്നെ ഞാൻ മുമ്പ് അടിച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. പവർ ഷെൽ എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. പവർ ഷെൽ ഒന്നുകൂടി പറയാണ്, ഇതറിയാമെന്നുള്ളവർക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നുമായിരിക്കും, ചിലപ്പോൾ അറിഞ്ഞിടത്ത് ഒരുപാട് പേര് ഇത് കാണും കേട്ടോ. പവർ ഷെൽ എന്നൊരു ഓപ്ഷൻ വരും, അതിൽ ഓക്കെ കൊടുക്കുക. നിങ്ങൾ ഒരു തവണ ഈ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറവറ ചെയ്യാമെന്നുള്ളൂ കേട്ടോ. ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ കുറച്ച് ലോങ് ആയിട്ട് തോന്നും, പക്ഷേ ഇത് ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോ സെലക്ട് ചെയ്യേണ്ടി വരുന്നൊരു അവസരത്തിൽ നല്ലതായിരിക്കും. ഓക്കെ, പവർ ഷെല്ലെന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനൊരു വിൻഡോയാണ് നമുക്കവിടെ വരുന്നത്, കണ്ടല്ലോ. ഇങ്ങനൊരു വിൻഡോ അവിടെ വരും. ഇനി ഈ വിൻഡോ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു സാധനം കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് Ctrl+V അടിച്ചങ്ങ് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറേ നൈംസ് ഇങ്ങനെ വന്നല്ലേ. നൈംസ് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെയും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഓൾറെഡി നമ്മളൊരു ഫോൾഡർ കൊടുത്തിരുന്നല്ലോ, ആ ഫോൾഡറിലോട്ട് അത് കോപ്പി ആയിട്ടുണ്ട്, കണ്ടോ. അതായത് സെലക്ട് എന്ന് പറഞ്ഞ ഫോൾഡർ ഒന്നും ഇല്ലായിരുന്നു, ഈ ഫോട്ടോസിലാണ് എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഈ നമ്പറുകൾ നമുക്ക് പ്രത്യേകം നമുക്ക്
ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാതെ തന്നെ ഈ ഒരു ഫോൾഡറിലോട്ട് വരണമെന്നാണ് പറഞ്ഞത്. ദേ ആ ഒരു ഫോട്ടോസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് സിമ്പിൾ പരിപാടി. ഇതെവിടെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വെഡ്ഡിങ് എടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കോ എന്തെങ്കിലും ഒരു കാര്യം എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കസ്റ്റമറിന് അയച്ചു കൊടുത്തു. അപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് അതിൻ്റെ ഫയൽ ആവശ്യമുള്ള ഫോട്ടോസ്, നിങ്ങൾക്ക് ആൽബത്തിൽ വരാൻ ആവശ്യമുള്ള ഫോട്ടോസ്, അതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ഏതൊക്കെയാണോ അതിൻ്റെ നെയിം മാത്രം, ഫയൽ നെയിം മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു തരാൻ പറയുക. അത് അയച്ചു തന്നിട്ട് ഇതേപോലെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ മാനുവലി ചെയ്യാതെ ഒറ്റ ക്ലിക്കിൽ, ഈ ഒരൊറ്റ ക്ലിക്കിൽ ഈ പരിപാടി എല്ലാം കഴിയും. ആ കൂടിയുള്ള കുറച്ച് മെനക്കെടെന്ന് പറയുന്നത് എന്താണ്? ദേ ഈ ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, അത് നിങ്ങൾ എവിടെയാണോ കോപ്പി ചെയ്യുന്നത് അതാണ്. ഈ സോഴ്സ് ഫോൾഡർ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണോ ഈ ഫോട്ടോ കോപ്പി ചെയ്തിട്ടുള്ളത് ആ ഫോൾഡർ എവിടെയാണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡെസ്റ്റിനേഷൻ എവിടെയാണോ നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് സേവ് ചെയ്യേണ്ടത് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഫോൾഡർ ഒരുപാട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ മായ്ക്കാൻ നിൽക്കണ്ട. അപ്പോൾ നിങ്ങൾ പിന്നെ എൻട്രി ചെയ്യണ്ട. കാരണം ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താ, ഇനിയിപ്പോൾ ഒരു വർക്ക് ചെയ്തു അതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് അതുപോലെ ചെയ്യണമെങ്കിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇതിനകത്തുള്ള ഇതങ്ങ് കളഞ്ഞിട്ട് പുതിയ വർക്കിൻ്റെ നെയിമങ്ങ് ആക്കിയിട്ട് സേവ് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും മാത്രം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുള്ളൂ. ഇതും ഡെസ്റ്റിനേഷൻ ഫോൾഡർ മാത്രമേ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. ഇത് സ്റ്റിൽ അവിടെ തന്നെ കിടന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ക്രിപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളത് കോപ്പി ചെയ്തെടുക്കുക, യൂസ് ചെയ്യുക. യൂസ്ഫുള്ളായെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അവർക്കൊക്കെ ഒന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.